സ്ഥലം ആഫ്രിക്കയിലെ ക്രൂഗർ നാഷണൽ പാർക്ക്. അവിടെ സ്പാർട്ട പ്രൈഡിൽ 5 സിംഹക്കുട്ടികൾ ജനിക്കുകയാണ്. 2001-2002 കാലഘട്ടത്തിലാണ് ഈ സിംഹക്കുട്ടികൾ ജനിക്കുന്നത്. ഇവർ 5 പേർക്കും അവരുടെ രൂപസാദൃശ്യത്തിനനുസരിച്ച് പേരിടുകയാണ്. പ്രെറ്റി ബോയ്, രാസ്ത, ഡ്രെഡ്ലോക്ക്, മിസ്റ്റർ ടി, കിങ്കി ടെയിൽ. സാധാരണ ഒരു പ്രൈഡിൽ സിംഹക്കുട്ടികളുണ്ടായാൽ സർവൈവ് ചെയ്യുക എന്നത് പാടാണ്. കാരണം എപ്പം വേണമെങ്കിലും പുറത്തു നിന്ന് അറ്റാക്ക് വരാം. പക്ഷേ ഇവർക്ക് അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ലായിരുന്നു. കാരണം അവരെയും പ്രൈഡിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആ പ്രൈഡിന് മെയിൽസ് ഉണ്ടായിരുന്നു. വെസ്റ്റ് സ്ട്രീറ്റ് മെയിൽസ്. ഈ പറഞ്ഞ വെസ്റ്റ് സ്ട്രീറ്റ് മെയിൽസിൻ്റെ കുഞ്ഞുങ്ങളാണ് ഈ 5 സിംഹക്കുട്ടികൾ. പ്രൈഡിൽ വേറെയും സിംഹക്കുട്ടികളുണ്ട്. പക്ഷേ ഈ മെയിൽ ലയൺസിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൈഡിൽ നിന്ന് പുറത്താക്കപ്പെടും. സ്പാർട്ട പ്രൈഡിലെ കുട്ടികളാണ് ഈ 5 കുഞ്ഞുങ്ങൾ. അവർ നല്ല ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് വളർന്നു വന്നു. കാരണം സ്പാർട്ട പ്രൈഡിലെ ഫീമെയിൽസ് നല്ല വേട്ടക്കാരായിരുന്നു. അതുപോലെ മെയിൽസ് നല്ല സ്ട്രോങ് മെയിൽസുമായിരുന്നു. അതുകൊണ്ട് ഇവർക്ക് പുറത്തു നിന്ന് വേറെ മെയിൽസിൽ നിന്ന് ഭീഷണിയൊന്നുമില്ലായിരുന്നു. അപ്പോഴാണ് ഒരു 2.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആൺസിംഹം ആ പ്രൈഡിലോട്ട് വന്നത്. സാധാരണ അങ്ങനൊരു ഔട്ട്സൈഡർ സിംഹം അവിടെ വരുമ്പോൾ ഈ പറഞ്ഞ വെസ്റ്റ് സ്ട്രീറ്റ് മെയിൽസ് അതിനെ കൊന്ന് പ്രൈഡിനെ പ്രൊട്ടക്റ്റാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ അങ്ങനൊന്നും നടന്നില്ല. അതിനു പകരം ആ സിംഹത്തെ ഈ 5 പേരുടെ കൂടെ കൂട്ടി. അതിന് ഒരു കാരണവും കൂടി ഉണ്ട്. കാരണം ഈ വെസ്റ്റ് സ്ട്രീറ്റ് മെയിൽസിന് ഈ സ്പാർട്ട പ്രൈഡ് മാത്രമല്ല ഉള്ളത്, വേറെയും പ്രൈഡുകൾ സ്വന്തമായിട്ടുണ്ട്. അങ്ങനെ സലാല പ്രൈഡിൽ ഉണ്ടായ ഒരു കുട്ടിയാണ് ഈ വന്നിരിക്കുന്ന ഈ 2-2.5 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ആൺസിംഹം. അതുകൊണ്ട് അതിനെ അറ്റാക്ക് ചെയ്യാതെ ഈ വെസ്റ്റ് സ്ട്രീറ്റ് മെയിൽസ് ഈ സ്പാർട്ട പ്രൈഡിലോട്ട് അക്സെപ്റ്റാണ് ചെയ്തത്. അതുകൊണ്ട് ഈ 5 സിംഹങ്ങളുടെ കൂട്ടത്തിൽ ഈ പുതുതായിട്ട് വന്ന സിംഹത്തിനെയും കൂടെ ഉൾപ്പെടുത്തി 6 സിംഹത്തിൻ്റെ ഒരു ഗ്രൂപ്പായി അവർ തന്നെ മാറി. ഈ 6 സിംഹത്തിൻ്റെ ഗ്രൂപ്പിന് പിന്നീടൊരു പേരും കൂടി ഇട്ടു, മപ്പോഗോസ്. വർഷം 2004. ഈ മപ്പോഗോസിന് തൻ്റെ പ്രൈഡ് വിട്ട് ഇറങ്ങേണ്ട സമയമായി. സാധാരണ പ്രൈഡിൻ്റെ നിയമം പോലെ പ്രൈഡിൻ്റെ മെയിൽസാണ് അവരെ വിരട്ടി ഇറക്കേണ്ടത്. അതായത് വെസ്റ്റ് സ്ട്രീറ്റ് മെയിൽസാണ് ഇവരെ വിരട്ടി ഇറക്കേണ്ടത്. കാരണം ഇത് വെസ്റ്റ് സ്ട്രീറ്റ് മെയിൽസിൻ്റെ പ്രൈഡാണ്. അവരെ പോലെ ഇനി മപ്പോഗോസും സ്വന്തമായിട്ട് ഒരു പ്രൈഡ് കണ്ടുപിടിക്കണം. അതാണ് നിയമം. അങ്ങനെ അവർ പ്രൈഡ് വിട്ടിറങ്ങുവാണ്. ഇനിയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വെസ്റ്റ് സ്ട്രീറ്റ് മെയിൽസ് ഇല്ല. അതുപോലെ തന്നെ ഭക്ഷണവും ഇവർ തന്നെ വേട്ടയാടി കണ്ടുപിടിക്കണം. സാധാരണ ഇതുപോലത്തുള്ള സിംഹക്കൂട്ടങ്ങൾ കാട്ടുപോത്തിനെ വേട്ടയാടുകയാണ് പതിവ്. അതുപോലെ തന്നെ ഇവരും കാട്ടുപോത്തിനെ വേട്ടയാടാൻ വേണ്ടി തുടങ്ങി. ആദ്യം നല്ലോണം ഒന്നും വേട്ടയാടാൻ പറ്റിയില്ല. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും അവരുടെ കോൺഫിഡൻസ് വർദ്ധിച്ചു വന്നു. ഈ സമയത്തിനിടയ്ക്ക് വേറെ കുറേ സിംഹഗ്രൂപ്പുമായി മപ്പോഗോസ് നേർക്കുനേരെ വന്നു. പക്ഷേ അവരെ ചലഞ്ച് ചെയ്യാനൊന്നും മപ്പോഗോസ് ആയില്ല. മെയിനായിട്ട് ഭക്ഷണമാണ് ഇവരുടെ പ്രശ്നം. കാരണം ബാക്കിയുള്ള സിംഹഗ്രൂപ്പിനെ പോലെയല്ല ഇവർ. 6 പേരുണ്ട്. അപ്പോൾ അത്രയും വലിയ ഇരയെ കിട്ടണം, ഇല്ലെങ്കിൽ ഇവർക്ക് മുതലാവത്തില്ല. ചിലപ്പോൾ മറ്റ് സിംഹഗ്രൂപ്പ് കൊന്നിട്ട ഇരയെ കഴിക്കാനും ഇവർ പോയിട്ടുണ്ട്. അപ്പം വരുന്ന പ്രശ്നം, ആ പ്രൈഡിനെ ഭരിക്കുന്ന സിംഹങ്ങൾ ഇവരെ കണ്ടാൽ കൊന്നുകളയും. അതിൽ നിന്ന് ഓടി രക്ഷപ്പെടണം. ആദ്യം ചെറിയ ഇരകളെയാണ് ഇവർ വേട്ടയാടിയിരുന്നത്. പിന്നീട് ഹിപ്പപ്പൊട്ടാമസ്, ജിറാഫ് പോലുള്ള വലിയ മൃഗങ്ങളെ ഇവർ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ പറഞ്ഞ എല്ലാ ഹണ്ടിങ്ങിലും മിസ്റ്റർ ടിയും കിങ്കി ടെയിലുമാണ് മുന്നിലുള്ളത്. എല്ലാവരും തമ്മിൽ നല്ല ബോണ്ട് ആണെങ്കിലും മിസ്റ്റർ ടിയും കിങ്കി ടെയിലും തമ്മിൽ ഒരു പ്രത്യേക ബോണ്ട് ഉണ്ടായിരുന്നു. സമയം കടന്നുപോയി. വർഷം 2006. ഒരു പ്രൈഡ് സ്വന്തമാക്കാനുള്ള പ്രായം ഈ മപ്പോഗോസിനായി. അപ്പം ഒരു പ്രൈഡ് ടേക്ക് ഓവർ ചെയ്യുക എന്നത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. എല്ലാ പ്രൈഡ്സിനും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അതിൻ്റേതായ മെയിൽസ് കാണും. ഇവർ സാബി സാൻഡിൽ ഒത്താവ പ്രൈഡ് എന്ന് പറഞ്ഞ് ഒരു പ്രൈഡിനെ സ്വന്തമാക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ പ്രൈഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ 4 മെയിൽസ് ഉണ്ട്. അവരെ ഈ മപ്പോഗോസ് ചലഞ്ച് ചെയ്ത് തോൽപ്പിക്കണം. എന്നിട്ട് ആ മെയിൽസിൻ്റെ കുഞ്ഞുങ്ങളെ കൊല്ലണം. എന്നിട്ട് അതിലെ ഫീമെയിൽസിനെ മപ്പോഗോസിലെ ആൽഫ മെയിൽ മെയ്റ്റ് ചെയ്യണം. മപ്പോഗോസിലെ ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടുള്ള ആൽഫ മെയിലാണ് മഗലു. മഗലു കഴിഞ്ഞ് ഡ്രെഡ്ലോക്ക്, പിന്നെ പ്രെറ്റി ബോയ്, പിന്നെ രാസ്ത, ഏറ്റവും അവസാനം മിസ്റ്റർ ടി, കിങ്കി ടെയിൽ. എന്നിട്ട് ഈ മപ്പോഗോസ് ഈ പ്രൈഡ് മെയിൽസിനെ ചലഞ്ച് ചെയ്യുകയാണ്. എങ്ങനെ ഈ ചലഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പ്രൈഡ് ബൗണ്ടറിയിൽ ചെന്ന് ഉച്ചത്തിൽ അലറുക, അതുപോലെ ടെറിട്ടറി മാർക്ക് ചെയ്യുക. ഒന്നെങ്കിൽ അവിടുത്തെ ഈ മെയിൽസിന് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാം. പക്ഷേ ഒട്ടുമിക്ക മെയിൽസും ചലഞ്ച് അക്സെപ്റ്റാണ് ചെയ്തത്. പക്ഷേ മപ്പോഗോസിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അത്ര എളുപ്പമല്ല. കാരണം ഇവർ 6 പേരുണ്ട്. അതുമാത്രമല്ല അറ്റാക്കിൻ്റെ കാര്യത്തിൽ ഇവർ കുറച്ച് മുന്നിലുമാണ്.
അങ്ങനെ ഇവർ ഒത്താവ പ്രൈഡിലെ മെയിൽസിനെ ചാലഞ്ച് ചെയ്തു. അവർ ആ ചലഞ്ച് അക്സെപ്റ്റും ചെയ്തു. പിന്നീട് ഈ മപ്പോഗോസ് ആ മെയിൽസിന് ഡോമിനൻ്റ് ആയിട്ടുള്ള ആൽഫ മെയിലിനെ വധിച്ചു. ഇനി ഈ മപ്പോഗോസിന് ചെയ്യേണ്ടത് നേരിട്ടുള്ള മെയിൽസിൻ്റെ കുഞ്ഞുങ്ങളെ കൊല്ലണം. എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 4 മെയിൽസ് ആ ഒത്താവ പ്രൈഡിലുണ്ടാക്കിയ കുഞ്ഞുങ്ങളെ കൊല്ലണം. അത് അത്ര എളുപ്പമല്ല, കാരണം ഫീമെയിൽസ് അത് സമ്മതിക്കത്തില്ല. അങ്ങനെ ഇവർക്ക് എതിർത്ത് നിൽക്കുന്ന 1-2 ഫീമെയിൽസിനെയും ഈ മപ്പോഗോസ് വധിച്ചു. അങ്ങനെ ആ പ്രൈഡ് അവർ സ്വന്തമാക്കി. പിന്നീടുള്ള 1 വർഷം കൊണ്ട് ഈ മപ്പോഗോസ് സാബി സാൻഡ് മുഴുവനുമായിട്ടുള്ള 8ഓളം പ്രൈഡുകളെ സ്വന്തമാക്കി. അതിന് ഭാഗമായി 100-ലധികം സിംഹങ്ങളെ കൊന്നൊടുക്കേണ്ടി വന്നു. കാരണം ഇവരെ ചലഞ്ച് ചെയ്യാൻ ആരുമില്ല. അങ്ങനെ ഒരു 2 വർഷം ഇവർ ഈ പ്രൈഡെല്ലാം ഭരിച്ചു. പിന്നീട് ഇവർക്കിടയിൽ തന്നെ കുറേ പ്രശ്നങ്ങൾ വന്നു. കാരണം പുതിയൊരു പ്രൈഡ് സ്വന്തമാക്കിയാൽ അവിടെ ഫീമെയിൽസിനെ ആദ്യം മേറ്റ് ചെയ്യാൻ മഗലൂനാണ് അധികാരം. ഏറ്റവും അവസാനം നമ്മുടെ മിസ്റ്റർ ടിക്കും കിങ്കി ടെയിലിനും കിട്ടത്തുള്ളൂ. പിന്നീട് ഇവർ തമ്മിൽ ചില വഴക്കുകളൊക്കെ ഉണ്ടായി. അതിന് ഭാഗമായി 2008 മപ്പോഗോസ് സ്പ്ലിറ്റായി. മിസ്റ്റർ ടിയും കിങ്കി ടെയിലും കുറച്ച് പ്രൈഡുമായി മാറി. ബാക്കിയുള്ള 4 പേർ മറ്റു പ്രൈഡുമായി മാറി. ഇതിൻ്റെ ഇടയ്ക്ക് മിസ്റ്റർ ടിക്കും കിങ്കി ടെയിലിനും കുറേ ചലഞ്ച് നേരിടേണ്ടി വന്നു. കാരണം പുതിയൊരു സിംഹക്കൂട്ടം വന്നാൽ ആദ്യം കാണുന്നത് മിസ്റ്റർ ടിയെയും കിങ്കി ടെയിലിനെയുമാണ്. ഇവർ കുറേ യുദ്ധങ്ങൾ ചെയ്ത് ജയിച്ചു. അങ്ങനെ സ്പ്ലിറ്റായിട്ട് 2 വർഷമായി. വർഷം 2010. 5 പുതിയ മെയിൽസ് ഇവരുടെ ടെറിട്ടറിയിൽ വന്നു. അവരുടെ പേരാണ് മജിങ്ലാനി മെയിൽസ്. ഇവരും നല്ല ആരോഗ്യമുള്ള സിംഹങ്ങളാണ്. ഇവർ നമ്മുടെ മിസ്റ്റർ ടിയെയും കിങ്കി ടെയിലിനെയും ചലഞ്ച് ചെയ്തു. സ്വാഭാവികമായി ഇവർ ചലഞ്ച് അക്സെപ്റ്റും ചെയ്തു. കാരണം ഇതുവരെ ഒരു യുദ്ധവും നമ്മുടെ മിസ്റ്റർ ടിയും കിങ്കി ടെയിലും തോറ്റിട്ടില്ല. അങ്ങനെയിരിക്കെ ഈ മജിങ്ലാനി മെയിൽസിൻ്റെ ഡോമിനൻ്റ് ആയിട്ടുള്ള മെയിൽ ബാക്കിയുള്ള 4 മജിങ്ലാനി മെയിൽസിൽ നിന്നും മാറി നിൽക്കുന്ന സമയത്ത് നമ്മുടെ മിസ്റ്റർ ടിയുടെയും കിങ്കി ടെയിലിൻ്റെയും അടുത്ത് ചെന്ന് പെട്ടു. പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയണ്ടല്ലോ. മിസ്റ്റർ ടിയും കിങ്കി ടെയിലും ആ മജിങ്ലാനി മെയിലിനെ കൊന്നുകളഞ്ഞു. പക്ഷേ അന്ന് മപ്പോഗോസിന് ഫസ്റ്റ് ലോസ് ആണ് ഉണ്ടായത്. ഇവർ ഒരു സിംഹത്തെ കൊന്നൊടുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ടെറിട്ടറി മാർക്ക് ചെയ്യും, ഉച്ചത്തിൽ അലറും, ടെറിട്ടറി ഫുള്ളായിട്ട് നടക്കും. അതിനിടയിൽ നമ്മുടെ കിങ്കി ടെയിൽ ഈ ബാക്കിയുള്ള 4 മജിങ്ലാനി മെയിൽസിന് മുന്നിൽ ചെന്ന് പെട്ടു. കിങ്കി ടെയിൽസിനെ കണ്ട് 2 മജിങ്ലാനി മെയിൽസ് ഓടി. അത് കണ്ട് കിങ്കി ടെയിൽ അതുങ്ങളുടെ പിന്നാലെ ഓടി. പിന്നീടാണ് ചതി മനസ്സിലാക്കിയത്. കിങ്കി ടെയിലിൻ്റെ പിന്നാലെ ബാക്കിയുള്ള 2 മജിങ്ലാനി മെയിൽസ് കൂടെ വന്ന് 4 വശത്തു നിന്നും കൂടി കിങ്കി ടെയിലിനെ അറ്റാക്ക് ചെയ്തു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ മിസ്റ്റർ ടി അവിടെ എത്തി. 2 സിംഹങ്ങളെ അതിൽ നിന്ന് തട്ടിമാറ്റി. പക്ഷേ അപ്പോൾ ഈ 4 മജിങ്ലാനികളും കിങ്കി ടെയിലിനെ നടക്കാൻ പോലും പറ്റാത്ത വിധത്തിലാക്കി. ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ തൻ്റെ ജീവനും കൂടി അപകടമാണെന്ന് മനസ്സിലാക്കി മിസ്റ്റർ ടി അവിടെ നിന്ന് ഓടേണ്ടി വന്നു. അങ്ങനെ ആ പ്രൈഡ് പൂർണ്ണമായും മജിങ്ലാനികൾക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. പിറ്റേ ദിവസം മിസ്റ്റർ ടി വേറെ ദിശയിലേക്കാണ് നടക്കുന്നത് കണ്ടത്. തൻ്റെ ബാക്കിയുള്ള 4 സഹോദരങ്ങളുടെ അടുത്തേക്ക് പോകാനാണ് മിസ്റ്റർ ടി വേറെ ദിശയിലേക്ക് നടന്നത്. പക്ഷേ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ 4 കൊല്ലമായി ഇവർ തമ്മിൽ കണ്ടിട്ടില്ല. അതുമാത്രമല്ല, മഗലും ബാക്കിയുള്ള സഹോദരങ്ങൾക്കും അവിടെ സ്വന്തമായി ഫീമെയിൽസും അതിൽ കുട്ടികളുമുണ്ട്. ഇപ്പം മിസ്റ്റർ ടി പുറത്തു നിന്ന് വന്ന ഒരു സിംഹമാണ്. ഈ 4 മപ്പോഗോസ് മിസ്റ്റർ ടിയെ എന്തു ചെയ്യുമെന്ന് അറിയില്ല. പക്ഷേ അങ്ങനെയൊന്നും നടന്നില്ല. 4 കൊല്ലം കഴിഞ്ഞ് വന്ന തൻ്റെ സഹോദരനെ ഇവർ സ്വീകരിച്ചു. പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഈ 5 മപ്പോഗോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഗലു, മിസ്റ്റർ ടി, പ്രെറ്റി ബോയ്, രാസ്ത, ഡ്രെഡ്ലോക്ക് ഇവരെല്ലാം കൂടി തൻ്റെ സഹോദരനെ കൊന്ന മജിങ്ലാനി മെയിൽസിനോട് പകരം ചോദിക്കാനായിട്ട് പോയി. അവിടെ പോയി ഉച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി. പക്ഷേ അതേസമയം മജിങ്ലാനികളുടെ കയ്യിൽ നിന്ന് ഒരു റിപ്ലൈ പോലും ഇവർക്ക് കിട്ടിയില്ല. കാരണം ഇവരുമായി ഒരു നേർക്കുനേർ യുദ്ധത്തിന് അവരൊന്നുമല്ലായിരുന്നു. പക്ഷേ അവിടെ യുദ്ധമൊന്നും നടന്നില്ല. ഈ മപ്പോഗോസ് അവരുടെ ആ പ്രൈഡ് അങ്ങ് വിട്ടുകളഞ്ഞു. പിന്നീട് അത് മജിങ്ലാനികൾ തന്നെ സ്വന്തമാക്കി. അങ്ങനെ അവർ അവരുടെ പ്രൈഡിലേക്ക് തന്നെ തിരിച്ചുപോയി. അങ്ങനെയിരിക്കെ ഇവരുടെ ഇടയിൽ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. കാരണം മിസ്റ്റർ ടി ഈ പ്രൈഡിലോട്ട് പുതുതായിട്ട് വന്നതേയുള്ളൂ. ഇവിടെയുള്ള കുഞ്ഞുങ്ങളെല്ലാം മിസ്റ്റർ ടിയുടേതല്ല, മഗലുവിൻ്റെയും ബാക്കിയുള്ള 3 സഹോദരൻ്റെയാണ്. അതുകൊണ്ട് മിസ്റ്റർ ടി എല്ലാവരെയും കൊന്നുകളഞ്ഞു, എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളഞ്ഞു. എന്നിട്ട് അവിടുത്തെ ഡോമിനൻ്റ് മെയിലായി. കാരണം മഗലു ഈ മിസ്റ്റർ ടിയിലും 2-2.5 വയസ്സിന് മുതിർന്നതാണ്. അതുകൊണ്ട് മഗലുവിന് നല്ല പ്രായമാകാൻ വേണ്ടി തുടങ്ങി. മിസ്റ്റർ ടി അപ്പോഴും പ്രൈം സ്റ്റേജിൽ തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ അവർ അവരുടെ പ്രൈഡ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മപ്പോഗോസിന് 2 നഷ്ടങ്ങൾ കൂടെ ഉണ്ടായി, രാസ്തയും ഡ്രെഡ്ലോക്കും. രാസ്തയും ഡ്രെഡ്ലോക്കിനെയും പെട്ടെന്ന് കാണാതായി. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് പൂച്ചിങ് ആണ്.
എന്ന് വെച്ചാൽ മനുഷ്യനാൽ അവർ വധിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. മനുഷ്യൻ തൻ്റെ ഇഷ്ടത്തിന് വേണ്ടി അവരെ വേട്ടയാടപ്പെട്ടു. അതാണ് പോച്ചിങ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്ട്രോങ് കൊല്യൂഷനായിരുന്ന മപ്പോഗോസ് 3 പേരായി ചുരുങ്ങി. അതുമാത്രമല്ല, അവർക്കിപ്പം നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവർക്കും പ്രായമായി. ഇനി പുതിയൊരു സിംഹ ഗ്രൂപ്പിൽ നിന്ന് പുതുതായിട്ടൊരു ചലഞ്ച് വന്നാൽ അവരുമായി എന്തുമാത്രം പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുകൂടി അറിയില്ല. അപ്പോഴാണ് ഇവർക്ക് വേറെ ഒരു ചലഞ്ച് വരുന്നത്. പുതുതായി ഒരു 4 മെയിൽ ലയൺസ് ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അവരുടെ പേരാണ് സെലാറ്റി മെയിൽസ്. അവർ സത്യത്തിൽ ഒരു 5 ആൺസിംഹങ്ങളുടെ ഒരു കൊയാലിഷനാണ്. പക്ഷേ ഇവരുടെ ഒരു സഹോദരൻ മജുംഗ്ലാനി കാരണം കൊല്ലപ്പെട്ടു. ഇവർ നമ്മുടെ 3 മപ്പോഗോസിനെ ചലഞ്ച് ചെയ്തു. ആ യുദ്ധത്തിൽ നമ്മുടെ മിസ്റ്റർ ടി 4 സെലാറ്റീസിൻ്റെ മുന്നിൽ പെട്ടു. അവർ നമ്മുടെ മിസ്റ്റർ ടിയെ കൊന്നുകളഞ്ഞു. മിസ്റ്റർ ടി പോയതോടുകൂടി നമ്മുടെ ബാക്കിയുള്ള മകളുവും പ്രിറ്റി ബോയും അവരുടെ പ്രൈഡെല്ലാം വിട്ട് തിരിച്ച് ക്രുഗർ നാഷണൽ പാർക്കിലേക്ക് പോയി. ഒരു കാലത്ത് മുഴുവൻ സാബീസാനും ഭരിച്ച മപ്പോഗോസിലെ 2 പേർ ഇന്ന് കാഴ്ചക്കാരെ പോലെ എല്ലാ പ്രൈഡ്സിനെയും നോക്കി കാണേണ്ടി വന്നു. പിന്നീട് പ്രിറ്റി ബോയ്ക്ക് എന്തു പറ്റി എന്ന് കാണിക്കുന്നില്ല. അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ് ഒരു ക്യാമറ ട്രാപ്പിൽ നമ്മുടെ മകളുവിനെ കണ്ട്. അന്ന് മകളുവിന് 15 വയസ്സോളം പ്രായമുണ്ടായിരുന്നു. ഒരു ആൺ സിംഹത്തിൻ്റെ മാക്സിമം വയസ്സിലേക്ക് മകളു എത്തിയിരുന്നു. ഇന്ന് ഈ മപ്പോഗോസ് മരിച്ചിട്ട് വർഷങ്ങളായി. പക്ഷേ കുറേ പേരുടെ ഹൃദയങ്ങളിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇഷ്ടംപോലെ ഫാൻസും ഫാൻ പേജും മപ്പോഗോസിനുണ്ട്. അതുമാത്രമല്ല, യൂട്യൂബിൽ ഇവരുടെ ഡോക്യുമെൻ്ററീസും ഇന്ന് തപ്പിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നു.